അങ്ങനെ എന്തായാലും അഫ്ഗാനിസ്ഥാൻ എന്തായാലും ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടിനെ ഈ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താക്കി. ICC ചാമ്പ്യൻസ് ട്രോഫി 2025 നിന്ന് പുറത്തായ ടീമിൽ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇംഗ്ലണ്ട്. 2023 വേൾഡ് കപ്പിലും ഇതേ അവസ്ഥ, സെമി കാണാതെ പുറത്തായി. ചാമ്പ്യൻസ് ട്രോഫിയിൽ 2025 അഫ്ഗാനിസ്ഥാനെതിരെയും ആസ്ട്രേലിയക്കെതിരെയും ഇംഗ്ലണ്ട് പുറത്തായി. ഭേദപ്പെട്ട ഒരു ഇന്നിങ്സ് ആയിരുന്നു ആസ്ട്രേലിയക്കെതിരെ ഇംഗ്ലണ്ടിൻ്റേത്. 350 റൺസ് ഡിഫെൻഡ് ചെയ്യാൻ ഇംഗ്ലണ്ട് ബോളർമാർക്കായില്ല. ഇന്ത്യയിൽ വെച്ച് തന്നെ ഇംഗ്ലണ്ട് ബോളർമാരുടെ പരാജയം നമ്മൾ കണ്ടതാണ്. ജോഫ് ആർച്ചർ ഭയങ്കര ഹൈപ്പോടൊക്കെ വന്ന് നമ്മുടെ അഭിഷേക് ശർമ്മ എടുത്ത് തല്ലിയ തല്ല് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ മാർക്കൂട്ട്, ഓവർട്ടൺ, പിന്നെ അവരുടെ റാഷിദ്, ലിവിങ്സ്റ്റൺ, ഇവരെയൊക്കെ വിക്കറ്റ് എടുക്കാനോ റണ്ണ് കൺട്രോൾ ചെയ്യാനോ ഇവരെ കൊണ്ട് കഴിയുന്നില്ല. പക്ഷേ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ ഒരു ഭേദപ്പെട്ട ബാറ്റിംഗ് നിര ഉണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ കാര്യക്ഷമമായി വേണ്ട മാച്ചിൽ ഉയരാൻ ബ്രോക്കിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു ടെസ്റ്റ് പ്ലെയർ ആയിട്ടാണ് ഞാൻ പുള്ളിയെ കണക്കാക്കുന്നത്. ഇന്ത്യക്കെതിരെ ആയാലും ഓസ്ട്രേലിയക്കെതിരെ നടന്ന മത്സരത്തിലായാലും ഇന്നത്തെ മത്സരത്തിലായാലും ബ്രോക്കിനെ കൂട്ടുള്ളവരൊക്കെ കളിക്കണമായിരുന്നു. സാൾട്ടിനെ സംബന്ധിച്ചോളം RCB പൊന്നുവില കൊടുത്തെടുത്ത ഒരു പ്ലെയറാണ്. എന്നാൽ എത്രമാത്രം കളിക്കുന്നു, ഒരു മാച്ചിനെ, ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ചിൽ ടീമിനെ വിജയത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ സാൾട്ടിന് കഴിയുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. അതുപോലെ ജെയിംസ് സ്മിത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രതീക്ഷ വെച്ചൊരു പ്ലെയറാണ്. ഇന്ത്യയിൽ ജെയിംസ് സ്മിത്ത് ലാസ്റ്റ് ODIയിൽ കളിച്ചു, അതൊരു 34 or 35 റൺസ് എടുത്തു. നല്ല ബാറ്റിംഗ് കാഴ്ചവെക്കാനിടയായി. പക്ഷെ ഞാൻ കരുതി ജെയിംസ് സ്മിത്ത് കുറച്ചും കൂടെ മെച്യൂർ ഇന്നിങ്സ് ഒക്കെ കളിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കുമെന്ന് കരുതി. എന്നാൽ 2 മത്സരത്തിലും പരാജയം ഏറ്റുവാങ്ങാൻ ഇടയായിരുന്നു. ബട്ട്ലറിനെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റനാണ്, ക്യാപ്റ്റൻ ഒരു ഇന്നിങ്സ് കളിക്കേണ്ടതായിരുന്നു. ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഈ മാച്ച് സൂപ്പറായിട്ട് ജയിക്കേണ്ടതായിരുന്നു. ഓട്ടനും ആർച്ചറും നിന്നപ്പോഴും ഈ മാച്ച് ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു. എന്നാൽ അനാവശ്യ ഷോട്ടിന് മുതിർന്ന് ഓട്ടനും ആർച്ചറും വിക്കറ്റ് കളഞ്ഞു. പിന്നെ റാഷിദ് ഖാൻ എനിക്ക് തോന്നുന്നില്ല വുഡുമായിട്ട് കൂടെ നിന്ന് ആ സ്കോറൊന്നും അടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഉറപ്പായിരുന്നു ആർച്ചർ ഔട്ട് ആയപ്പോഴത്തേനും മാച്ച് ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ നിന്ന് പോയെന്നുള്ളത്. എന്തായാലും വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ODIയിൽ എന്തായാലും വളരെ ദയനീയ അവസ്ഥ, വൻ പരാജയം. ഇംഗ്ലണ്ട് എന്തായാലും പുറത്തായിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ എന്തായാലും ചെറിയ ഒരു ചാൻസ് നിലനിർത്തി. ഇനി ആസ്ട്രേലിയക്കായിരിക്കും ടെൻഷൻ. ഇനി ആസ്ട്രേലിയ അഫ്ഗാനിസ്ഥാനുമായിട്ട് നടക്കുന്ന മത്സരത്തിൽ നല്ല റൺ റേറ്റും കൂടെ വേണം. ഈ ടീമിനൊക്കെ എന്ന് പറഞ്ഞാൽ റൺ റേറ്റ് നോക്കുമെങ്കിൽ സൗത്ത് ആഫ്രിക്ക 2 പോയിന്റും ആസ്ട്രേലിയക്ക് 0.4 ആണെന്ന് തോന്നുന്നു. അഫ്ഗാനിസ്ഥാൻ താഴെയാണ്, ഏറ്റവും താഴെ നിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ അടുത്ത മത്സരം അഫ്ഗാനിസ്ഥാനും ആസ്ട്രേലിയ തമ്മിലുള്ള മത്സരത്തിൽ 2 പേർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് നല്ല റൺ റേറ്റിൽ ആസ്ട്രേലിയ തോൽപ്പിക്കുകയും വേണം. ആസ്ട്രേലിയക്ക് നല്ല റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ആസ്ട്രേലിയക്ക് റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്താലും അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചാൽ മതി. എന്നാലും 2ാം സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ആസ്ട്രേലിയക്ക് ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാലും ചെറിയൊരു പ്രതീക്ഷ എന്തായാലും അഫ്ഗാനിസ്ഥാൻ നിലനിർത്തി. ഇനി നടക്കുന്ന മത്സരം അഫ്ഗാനിസ്ഥാനും ആസ്ട്രേലിയ തമ്മിലുള്ള മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ നല്ല മാർജിനിൽ ആസ്ട്രേലിയ തോൽപ്പിക്കുകയാണെങ്കിൽ 2ാം സ്ഥാനത്ത് വരെ ആസ്ട്രേലിയ പുറത്താവുകയും ചെയ്യും. എന്നാലും അഫ്ഗാനിസ്ഥാനെ നോക്കുമ്പോഴത്തേന് സൂപ്പർ പെർഫോമൻസ്, ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും അവർ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാനിടയായി. ഇബ്രാഹിം സൂപ്പർ 170+ റണ്ണ് സ്കോർ ചെയ്തു. ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കേണ്ട സ്കോർ പ്രദാനം ചെയ്തു. ഒമർ സായ് 5 വിക്കറ്റ് 41 റൺസും. മാൻ ഓഫ് ദ മാച്ച് ആ പുള്ളിക്ക് തന്നെ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് വിക്കറ്റ്, ബട്ട്ലറിൻ്റെ വിക്കറ്റ് എടുക്കുന്നു, ആർച്ചറിൻ്റെ വിക്കറ്റ് എടുക്കുന്നു. 5 വിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റ് എടുത്തു. മാച്ചിനെ അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിൽ മാച്ചിനെ അഫ്ഗാനിസ്ഥാനെ ജയിപ്പിക്കുന്നു. അതുപോലെ തന്നെ നബി 40ാമത്തെ വയസ്സിൽ ഇപ്പോഴും ആ വീരും വാശിയും നല്ല എനർജിയും, ഫീൽഡിങ്ങിലായാലും ബോളിങ്ങിലായാലും എനർജി, ബാറ്റിങ്ങിലായാലും 22 ബോളിൽ 40+ റൺ എടുത്തു. ലാസ്റ്റ് ഇത്രയും സ്കോറിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ 49ാമത്തെ ലാസ്റ്റ് ഓവർ ലിവിങ്സ്റ്റൺ വെറും 2 റണ്ണാണ് കൊടുത്തത്. വെറും 2 റൺ. അല്ലെങ്കിൽ സ്കോർ പിന്നെ എങ്ങനെയായാലും ഒരു 10-15 റൺസ് കൂടുതലായി പോയേനെ. എന്നാലും ഇംഗ്ലണ്ടിന് ജയിക്കാവുന്ന ഒരു മത്സരം ഇംഗ്ലണ്ട് കൊണ്ട് കളഞ്ഞു. അഫ്ഗാനിസ്ഥാന് ഒരു ചാൻസ് കൂടെ കൊടുത്തു. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ. 2020
2020-ലായാലും വേൾഡ് കപ്പിലായാലും അഫ്ഗാനിസ്ഥാന് എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെന്തായാലും ഇന്ത്യ വരാതിരിക്കട്ടെ. ഇനി അഫ്ഗാനിസ്ഥാനും ആസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം ഇമ്പോർട്ടൻ്റ് മത്സരമാണ്. അഫ്ഗാനിസ്ഥാന് ആസ്ട്രേലിയയെ തോൽപ്പിക്കാനിടയാവട്ടെ. ആസ്ട്രേലിയയെ സംബന്ധിച്ചുള്ള സെമിയോ ഫൈനലൊക്കെ കയറി കഴിഞ്ഞാൽ ഇവരെ തോൽപ്പിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നോക്കൗട്ട് സ്റ്റേജിൽ തന്നെ പുറത്താക്കാൻ അഫ്ഗാനിസ്ഥാന് കഴിയട്ടെ. ഇന്ത്യ ആയിരിക്കും 2ാം സ്ഥാനത്ത്. മിക്കവാറും സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും തമ്മിലായിരിക്കാം മേ ബി ഒരു സെമി കളിക്കാൻ ചാൻസ്. ന്യൂസിലാൻഡും മേ ബി ആസ്ട്രേലിയ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, അറിയില്ല. ഇനി 2-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ തോൽപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യ 1ാം സ്ഥാനത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അറിയില്ല ടീമിൽ വല്ല ചേഞ്ചസ് ഉണ്ടാകുമോ, ഇന്ത്യൻ ടീമിൽ വല്ല എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമോ, എന്തായാലും ചില ചേഞ്ചസ് കാണാൻ ചാൻസ് ഉണ്ട്. അർഷ്ദീപോ അല്ലെങ്കിൽ ഋഷഭ് പന്തോ ഒക്കെ കളിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം സുന്ദറും ചിലപ്പം കളിക്കാനുള്ള ചാൻസ് ഉണ്ടായിരിക്കാം, അറിയില്ല. എന്തായാലും അഫ്ഗാനിസ്ഥാന് എല്ലാവിധ ആശംസകളും നേരുന്നു.